ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം അതിമനോഹരമായി നിർവഹിച്ച് നമ്മോട് സംസാരിച്ച വി.ഡി. സതീശൻ സാറ് തന്നെ സുന്ദരമായ ഒരു ക്ലാസ്സാണ് ഇവിടെ നിങ്ങൾക്ക് തന്നത്. അദ്ദേഹം ഒരു എക്കണോമിക്കൽ ബാക്കപ്പുള്ള എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ച് മനസ്സിലാക്കി അതിനെ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കിട്ടുകയുണ്ടായി. ഉദ്ഘാടന സെഷന് ശേഷം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സെഷന് വേണ്ടിയിട്ടാണ്. ഈ സെഷൻ നടക്കേണ്ടിയിരുന്നത് സത്യത്തിൽ 9 AM പക്ഷേ ഉദ്ഘാടന സെഷനും എല്ലാം നീണ്ടുപോയതുകൊണ്ട് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാനുമുണ്ട്. അവസാനിപ്പിക്കേണ്ടത് ഇവരൊരു ടൈം ലിമിറ്റ് തന്നതുകൊണ്ടല്ല, എനിക്കന്ന് എൻ്റെ സിസ്റ്ററുടെ മകൻ്റെ കല്യാണമാണ്. സത്യത്തിൽ അതിനുവേണ്ടി എത്താൻ വേണ്ടിയിട്ടാണ് 9 മണിക്ക് ഞാൻ ഈ സെഷൻ പറഞ്ഞത്. ഏതായിരുന്നാലും കുഴപ്പമില്ല, നമ്മളെല്ലാവരും ബിസിനസ്സുകാരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ സ്റ്റുഡൻസ് ഉണ്ടാകും, ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, ബിസിനസ് നന്നായി വിജയിപ്പിച്ചവരുണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ ചില വീക്ഷണങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്നെ സാധാരണ ഒരു സ്പീക്കറായി, ഒരു സൈക്കോളജിസ്റ്റായി, ഒരു സാധാരണയുള്ള ഒരു കൗൺസിലറായിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ട്രെയിനറായിട്ടൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമുണ്ടാവുക എന്നറിയുന്നു. പക്ഷേ ഇവിടെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ ഞാനും ഒരു ബിസിനസ്സുകാരനാണ്. ഏകദേശം ഇവിടെ പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. 7ഓളം രാജ്യങ്ങളിൽ എനിക്ക് ചെറിയ തോതിലെങ്കിലും ബിസിനസ്സുണ്ട്. അത് ഞാനങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. ഒരു ബിസിനസ്സുകാരനെ പോലെ നടക്കാൻ ആഗ്രഹിക്കാറുമില്ല. ചിലരൊക്കെ ഇപ്പോൾ ഒന്നാകെ ഇങ്ങനെ ഷോ ഓഫ് നടത്തുന്ന സമയത്ത് അതൊന്നുമില്ലാതെ ഇങ്ങനെ മെല്ലെ മെല്ലെ അതിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക് സ്ട്രാറ്റജിക്കൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് പഠിക്കുന്ന കുട്ടികൾ, സാധാരണ MBA ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരൊരു പിരമിഡിക്കൽ സ്ട്രക്ചറിലേക്ക് പഴയ കാലം മുതലേ അവരുടെ ശ്രദ്ധ പോയിട്ടുണ്ടാവും. ഫങ്ഷണൽ ലെവൽ എന്നും, അതിന് നമ്മുടെ നാട്ടിലൊക്കെ ലോ ലെവൽ, മീഡിയം ലെവൽ, അപ്പർ ലെവൽ എന്നൊക്കെയാണ് പറയുക. പക്ഷേ സത്യത്തിൽ അതിനെ ഗ്ലോബലി വിളിക്കാറുള്ളത് ഫങ്ഷണൽ ലെവൽ, ഗ്രോത്ത് ലെവൽ ആൻഡ് സ്ട്രാറ്റജിക്കൽ ലെവൽ എന്നാണ്. ഈ ഫങ്ഷണൽ ലെവലിൽ മാത്രം ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളൊരു ജോലി പോലെ കൊണ്ട് നടക്കും നമ്മൾ. ഫോർ എക്സാമ്പിൾ, നമുക്കൊക്കെ അറിയാം, ജോബ് എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ 80% ആളുകളും ചെയ്യുന്നത്. 20% ആളുകൾ മാത്രമാണ് ബിസിനസ് എന്ന് പറയുന്നതിലേക്ക് കയറിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ലോകത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജോബ് എന്നതിന് നമുക്കൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാം. എല്ലാ ജോലി ചെയ്യുന്ന ആളുകളെയും വന്ദിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട്, നല്ല ഭാവുകങ്ങൾ നൽകിക്കൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, JOB എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒബേ ദി ബോസ് എന്നാണ്. അഥവാ ബോസിനെ അനുസരിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ. അതുകൊണ്ട് ജോബ് ചെയ്യണ്ട എന്നതല്ല, ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ 3rd സ്റ്റേജിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബിസിനസ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റേജാണ് ഇപ്പോൾ ലോകത്തിലുള്ളത്. അത് ഇൻവെസ്റ്റർ എന്ന് പറയുന്നതാണ്. ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റിലൂടെ പൈസ ഉണ്ടാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. ബിസിനസ്സിന് എന്തൊക്കെ വേണോ അതിൻ്റെയും അപ്പുറത്തേക്ക് സ്ട്രാറ്റജിക്കലി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ നല്ലൊരു ഇൻവെസ്റ്റർ ആകാൻ പറ്റൂ. ഏതായിരുന്നാലും ബിസിനസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്നാണ്. അത് നമുക്കൊക്കെ അറിയാം. കാരണം ലോകത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഹാർവാർഡിൻ്റെ തിസീസൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഹാർവാർഡാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫിയിൽ ജോബിൻ്റെ അപ്പുറത്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഈ ലോകത്തിലെ ഏകദേശം വരുന്ന 20% വരുന്ന ബിസിനസ്സുകാരിൽ 80%, 80% ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ബിസിനസ്. ബിസിനസ് എന്നതിനെ വിളിക്കണമെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നതിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറണം. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യം, ഒന്ന് ആവർത്തിക്കുന്നു മാത്രം, നമ്മൾ തന്നെ ജോലി ചെയ്ത് നമുക്ക് തന്നെ നമ്മൾ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രത്യേകം ഒരു മീഡിയം റേഞ്ച് ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഒരു ലോ റേഞ്ച് ബിസിനസ്സാണ്. ഒരാളൊരു ഷോപ്പ് തുടങ്ങിയാൽ അതിനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാൻ കഴിയില്ല. ആ ഷോപ്പിൽ രാവിലെ മുതൽ അതിൻ്റെ എൻഡ് വരെ അയാളെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അയാളുടെ ടൈമിനെയും അയാളുടെ വെൽത്തിനെയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിസിനസ്. അതിനെ വിളിക്കുന്ന പേര് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നാണ്. കേരളത്തിൽ ഏകദേശം 80%, ഞാൻ സംസ്ഥാന തലത്തിലുള്ള വ്യാപാരി വ്യവസായികളുടെ പ്രോഗ്രാമിൽ അവരോടും ഞാൻ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്, 80% ബിസിനസ് എല്ലാം നടക്കുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നതാണ്.
ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ രക്ഷപ്പെടുന്നത്, അപ്പോഴാണ് ബിസിനസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ HR-ഉം മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും പ്രൊഡക്ഷനും IT-യും ലോജിസ്റ്റിക്സും എല്ലാ ഭാഗങ്ങളും കടന്നു വരും. ഒരു സ്റ്റാഫിന് സാലറി വർദ്ധിപ്പിക്കണമെങ്കിൽ വരെ HR മാനേജർ എന്തു പറയുന്നു എന്ന് കേട്ടിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. HR മാനേജർ പറയും സാലറി വർദ്ധിപ്പിക്കണമെന്ന്. അപ്പോൾ അത് പ്രൊഡക്ഷനെ എങ്ങനെ ബാധിക്കും? അപ്പോൾ മെറ്റീരിയൽസിൻ്റെ പർച്ചേസിനെ എങ്ങനെ ബാധിക്കും? അത് നമ്മുടെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിങ്ങിൽ എത്ര ക്വാളിറ്റീസ് ഉണ്ടാക്കണം? പർച്ചേസിനെ ബാധിക്കുന്നത് പോലെ തന്നെ സെയിൽസിൽ എത്ര ഇൻക്രിമെൻ്റ് ഉണ്ടാക്കണം? അങ്ങനെയുള്ള അതിൽ നിന്ന് അതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ ബാധിക്കാതെ എങ്ങനെ ഇൻക്രീസ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് അയാൾ സ്ട്രാറ്റജിക്കൽ ബിസിനസ്സുകാരനാകുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫിനാൻസ് നോക്കാൻ CA-ക്കാരില്ലേ? എത്രയോ ബിസിനസ്സുകൾ CA-ക്കാരുണ്ടായിട്ടും തകർന്നു പോയിട്ടുണ്ട്. CA-ക്കാരെന്നോട് ക്ഷമിക്കണം കേട്ടോ, കാരണം അവർ ഒരാളുടെ മാത്രം നോക്കുന്നതല്ലല്ലോ. കാരണം നമുക്കറിയണം, നമ്മൾ സെക്രട്ടറിയെ വെക്കുന്നത് ഒരിക്കലും നമുക്ക് വിവരമില്ലാത്തത് കൊണ്ടാകരുത്, നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാകണം. സമയമില്ലാത്തത് കൊണ്ടാണ് സെക്രട്ടറിയെയും മാനേജറെയും വെക്കുന്നത്, അല്ലാതെ നമുക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല. ഇന്ന് നമ്മൾ പലരും വെക്കുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ് സെക്രട്ടറിയെയും മാനേജറെയും വെക്കുന്നത്. അങ്ങനെ എത്രയോ ആളുകളുടെ ലിസ്റ്റ് നമുക്കറിയാം. ആ ബിസിനസ്സും കൊണ്ട് മാനേജർ പോയിട്ടുണ്ടാവും, പിന്നെ ഇയാൾ പിന്നെയും മേയറിലായി പോകും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ അതിലൊരു വിവരമുണ്ടാകണം. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഹവാർഡിൻ്റെ ഒരു തിസീസ് പ്രകാരം ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ഒന്ന്, നമ്പർ 1 ഫീസിബിലിറ്റിയാണ്. ഫീസിബിലിറ്റി നമുക്കൊക്കെ അറിയാം, പക്ഷേ ഒരു പ്രോഡക്റ്റ് ഇവിടെ എത്തുമ്പോൾ, ഇപ്പോൾ ഇത് സ്റ്റാർട്ടപ്സിൻ്റെ തോട്ട്സ് ആണല്ലോ നടക്കുന്നത്. നേരത്തെ ഇവിടെ VD സതീശൻ സാറ് ഏഞ്ചൽ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഏഞ്ചൽ ഫണ്ട് വരുന്നത് സ്കെയിലപ്പിലാണ്, ഒരിക്കലും സ്റ്റാർട്ടപ്സിലേക്ക് അത് വരില്ല. ഏഞ്ചൽ ഫണ്ടിന് ഒരുപാട് നമ്മൾ സമീപിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പിലേക്കല്ല അവർ തരിക. സ്റ്റാർട്ടപ്സിൽ ഏകദേശം 90% എന്തായി പോകുന്നു എന്നാണ്? ബ്ലാക്ക് റൂമിൽ പെട്ടുപോകുന്നു എന്നാണ്. ബ്ലാക്ക് റൂം എന്താ? ബ്ലാക്ക് റൂം എന്ന് പറഞ്ഞാൽ, ബ്ലാക്ക് റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സ്റ്റാർട്ടപ്സിനെ കുറിച്ച് ചിന്തിച്ച് ഏകദേശം അത് ഫൈനലൈസ് ചെയ്ത് വരുമ്പോഴേക്കും വേവ് ലെങ്ത്തിലൂടെ ആ ഒരു ഐഡിയ പുറത്തേക്ക് പോയിട്ട് വേവ് ലെങ്ത്തിലൂടെ പോകും. അത് പോയിട്ട് മറ്റൊരാൾ അതിനെ ക്യാച്ച് ചെയ്ത് അയാൾ അത് തുടങ്ങിയിട്ടുണ്ടാവും. ഇത് കൂടുതലായി നടക്കുന്നത് IT-യിലാണ്. അതിന് പറയുന്ന പേരാണ് ബ്ലാക്ക് റൂം. ബ്ലാക്ക് റൂം എന്ന് പറയുന്ന അതിൽ ഇറങ്ങി ഒരുപാട് ആളുകൾ ആ ഐഡിയ അഡോപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് സ്റ്റാർട്ടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലൊരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിന് ഒരു പ്രതിവിധിയായി തുടങ്ങുന്നതിൻ്റെ പേരാണ് റിയൽ സ്റ്റാർട്ടപ്പ്. അല്ലാതെ ഒരാൾ തുടങ്ങിയത് മറ്റൊരാൾ തുടങ്ങുന്നതിൻ്റെ പേരല്ല സ്റ്റാർട്ടപ്പ്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു പുതിയ സാധനം തുടങ്ങുന്നതിൻ്റെ പേരാണ് സ്റ്റാർട്ടപ്പ് എന്ന്. റിയാലിറ്റിയിൽ, യാഥാർത്ഥ്യത്തിൽ സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂവിന് ഇവിടെ ഒരു പ്രതിവിധിയില്ല, ആ പ്രതിവിധിയെ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് സ്റ്റാർട്ടപ്പ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഐഡിയ നിങ്ങൾക്ക് തരികയാണേ. ഐഡിയ തരലും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. സാധാരണ ഈ ട്രെയിനർമാരായ ആളുകൾ ഐഡിയ പറയൂല, അതിൻ്റെ വക്ക് വരെ പറഞ്ഞിട്ട് അങ്ങനെ പോകലാണ്. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, കാരണം ഞാനൊരു മീൽ ട്രെയിനർ അല്ല. അതുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡസ്റ്റ്ബിൻ. ഒരിക്കലും എന്തില്ല, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡസ്റ്റ്ബിൻ ഇല്ല. നമ്മളെ ഒക്കെ ചവിട്ടിയും അല്ലെങ്കിൽ പൊക്കിയും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. സെൻസറുള്ള ഡസ്റ്റ്ബിൻ ഇവിടെ ഇല്ല. സെൻസറുള്ള ഡസ്റ്റ്ബിൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ല എന്നാണ്. ഞാൻ ദുബായിൽ വരെ കഴിഞ്ഞ 2 വർഷം മുമ്പ് നോക്കിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചൈനയിൽ പോയി. ട്രേഡിങ് ലോകത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ട്രേഡിംഗ് ആണ്. അപ്പോൾ ചൈനയിൽ പോയി ഇതിൻ്റെ കമ്പനി കണ്ടെത്തി. ആ കമ്പനിയിൽ പോയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് ദുബായിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. കാരണം ദുബായിൽ അന്ന് എന്തില്ല, സെൻസറുള്ള ഡസ്റ്റ്ബിൻ ഇല്ല. ദുബായിൽ അത് നല്ല ഷിപ്പിൽ വന്നാൽ തന്നെ അപ്പം തന്നെ ചൂടപ്പം പോലെ ചിലവാകുമെന്നറിയാം. പക്ഷേ കമ്പനി ഞങ്ങളോട് പറഞ്ഞത് ഇത് 2 വർഷം കഴിഞ്ഞിട്ടേ ദുബായിൽ ഇറങ്ങുമെന്നാണ്. നമ്മുടെ ഒരു ധാരണ ദുബായിലെല്ലാം കിട്ടുമെന്നാണ്. ഒരിക്കലും ഇല്ല. കാരണം ഒരു പ്രൈസിങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ സ്റ്റാൻഡർഡൈസേഷൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇത് യൂറോപ്യൻ കൺട്രീസിലേക്കാണ് അയക്കുക. എന്നിട്ട് പ്രൈസ് വാല്യൂ എന്ന് പറയുന്ന അതിൻ്റെ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തിക്കും. എന്നിട്ട് ദുബായിൽ അത് ലോഞ്ച് ചെയ്യും. അല്ലാതെ ദുബായിലേക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പിന്നീട് ഒരു ബൾക്ക് സാധനമായി മാറും, തീരെ വിലയില്ലാത്ത സാധനമാവും. അതുകൊണ്ട് ആ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം US-ലേക്കും യൂറോപ്പിലേക്കും ഇത് കയറ്റുന്നത്. അവിടെ എത്തിയിട്ട് അതൊരു സ്ട്രാറ്റജി ഫോം ചെയ്തിട്ട് മാത്രമേ റീലോഞ്ചിങ് എന്ന അർത്ഥത്തിൽ ദുബായിലേക്ക് വരൂ. അപ്പോൾ നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്ന സാധനം നോക്കാൻ വേണ്ടി പല സാധനങ്ങളുണ്ട്. പക്ഷേ ഷുഗർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന വാച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? നമ്മൾ കെട്ടിയിട്ടുള്ള വാച്ച് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ എത്രയാണെന്ന് നമ്മുടെ വാച്ച് പറഞ്ഞു തരും. വാച്ച് ടൈം നോക്കാൻ മാത്രമുള്ളതല്ല, പലതും നോക്കാനുള്ളതാണ്. ഈ ഒരു രീതിയിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത അഡ്വാൻസ്ഡ് കൺട്രീസിൽ ഇറങ്ങിയിട്ടുള്ള സാധനങ്ങളെ മിഡിവൽ ലെവലിലേക്ക് അല്ലെങ്കിൽ മീഡിയം ലെവലിലേക്ക് നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇറക്കാനും
ഇതേപോലെ തന്നെ ഈ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളതിനെ അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഇറക്കാനും പറ്റുന്ന ഒരു തന്ത്രത്തിനെയാണ് മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ മലയാളികൾ കൂടുതലും സത്യത്തിൽ ഫോളോവേഴ്സാണ്, സ്ട്രാറ്റജിസ്റ്റുകളല്ല. എന്താ ഫോളോവേഴ്സ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ തുടങ്ങിയാൽ മറ്റൊരാൾ പോയിട്ട് അത് തുടങ്ങും. ഒരാൾ തുടങ്ങിയാൽ അതിനെ തുടങ്ങുന്നതിൻ്റെ പേര് ഫോളോവർ എന്നതാണ്, ഒരിക്കലും സ്ട്രാറ്റജിസ്റ്റ് എന്നല്ല. സ്ട്രാറ്റജിസ്റ്റ് പുതിയ ചിന്തകൾ കൊണ്ടുവരലാണ്, പുതിയ രീതിയിൽ കൊണ്ടുവരലാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ ധൈര്യം കണ്ടിട്ടുള്ളത് ഇന്ത്യൻസിൽ ഗുജറാത്തീസിനാണ്. ഗുജറാത്തീസ് അതിമനോഹരമായി അതിൽ ധൈര്യം കാണിക്കും. ഫോർ എക്സാമ്പിൾ, ആഫ്രിക്കയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഭയാനകമാണ്. കാരണം ആഫ്രിക്കയിലെ ഗുജറാത്തുകാർ തന്നെയാണ് ഈ ഒരു സംഭവത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ലോകത്തിൽ ഏറ്റവും സക്സസ് ആകുന്ന രാജ്യം ഇനി ആഫ്രിക്കയാണ്. എല്ലാവരും ഞാൻ ആഫ്രിക്കയിലേക്ക് ഇൻവൈറ്റ് ചെയ്യല്ല കേട്ടോ, ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് ബിസിനസ്, അത് ഗാനയിലും ലൈബീരിയയിലും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള രാജ്യത്തിലേക്ക് മലയാളികൾക്ക് പോകാൻ ഭയം. കാരണം എന്തുകൊണ്ടാണ്? ചില ആളുകളൊക്കെ പോയി അവിടെയുള്ള വ്യക്തികൾക്ക് പൈസ കൊടുത്ത് ആ പൈസ പോകുന്നു. അങ്ങനെ നോക്കിയാൽ 100% നമ്മുടെ പൈസ പോകും. പക്ഷേ സ്ട്രാറ്റജിക്കലി ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്തായിരിക്കും ചെയ്യുക? ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരികയാണ്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പോകുന്നു, അവിടെ എംബസിയുണ്ട്, അവിടെ ഇതേപോലെ തന്നെ എന്തുണ്ട്, കൗൺസിലേറ്റുമുണ്ട്. നമുക്ക് വേണ്ടത് ആദ്യത്തിൽ ഡ്യൂ ഡെലിജൻസ് ആണ്. ഡ്യൂ ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാധനത്തിൻ്റെ പേപ്പർ വെരിഫിക്കേഷനാണ്. ആ പേപ്പർ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അവിടുത്തെ കൗൺസിലേറ്റിനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ഓരോന്നിനെയുമാണ്. അങ്ങനെ നമുക്കതിൻ്റെ ഡ്യൂ ഡെലിജൻസ് അഥവാ എല്ലാ പേപ്പറുകളും കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൈനിങ്ങിന് വേണ്ടി പോയിട്ട് അവിടെ പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അവർ ആരെടുത്താണ് പോകുന്നത്? അവിടുത്തെ ഒരു ഘാനക്കാരൻ്റെ അടുക്കൽ പോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ഒരാളെടുത്ത് പോകുന്നു. 54 രാജ്യങ്ങളുണ്ട് ആഫ്രിക്കയിൽ. ഈസ്റ്റ് ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, സെൻട്രൽ ആഫ്രിക്ക. ഈ ആഫ്രിക്കയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തിലെ പൊളിറ്റിക്കൽ ഇഷ്യൂ പഠിക്കുന്നില്ല, ഫീസിബിലിറ്റി തീരെ പഠിക്കുന്നില്ല, ആ രാജ്യത്തെ ഇൻസ്റ്റബിലിറ്റി നമ്മൾ പഠിക്കുന്നില്ല, അവിടുത്തെ എക്കണോമിക് സിസ്റ്റം നമ്മൾ പഠിക്കുന്നില്ല, അവിടുത്തെ കറൻസിയിൽ വരുന്ന പെട്ടെന്നുള്ള വേരിയേഷൻ നമ്മൾ പഠിക്കുന്നില്ല, അവിടുത്തെ വാർ സിസ്റ്റം നമ്മൾ പഠിക്കുന്നില്ല, അവിടെയുള്ള പ്രോഡക്റ്റ് എന്തുകൊണ്ട് അവിടെ എത്തിയില്ല എന്ന് നമ്മൾ പഠിക്കുന്നില്ല, ഓരോ രാജ്യത്തുനിന്നത് എത്താത്തത് എന്തുകൊണ്ട്, അത് ലോജിസ്റ്റിക്സിൽ എന്താണ് പ്രശ്നം, അപ്പോൾ കരമാർഗം വരണമെങ്കിൽ ഏത് രാജ്യത്തിലൂടെ വരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം ഫീസിബിലിറ്റി ക്ലിയർ ആവും. പിന്നെ വയബിലിറ്റിയിലേക്ക് കടക്കുന്നു. ഇതിന് മാത്രമുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കും, എങ്ങനെ ഷെയർ വാങ്ങിപ്പിക്കും എന്നൊക്കെയാണ്. ഈ ഷെയർ ഞാൻ അങ്ങനെ പറയുന്നതോടെ നിങ്ങൾക്കൊന്നും തോന്നരുത്. ലോകത്തിൽ ഏറ്റവും സുന്ദരമായി ബിസിനസ് ചെയ്യാൻ സത്യത്തിൽ സാമ്പത്തികമല്ല വേണ്ടത് എന്നാണ് ഞാൻ ഇത്രയും കാലം പഠിച്ചു വെച്ചിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസും അതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നമ്മുടെ സമ്പത്ത് ഇറക്കാതെ മറ്റുള്ളവരുടെ സമ്പത്ത് ഇറക്കലാണ്, അതുമല്ല. സത്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2 എണ്ണം ഉണ്ട്. സതീശൻ സാറ് പറഞ്ഞത് വേറൊരു ഭാഗമാണ്, വേറൊരു മെത്തേഡാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഹൈ റേഞ്ചിലേക്ക് കയറുന്നത് ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റേഴ്സാണ്, ഒരിക്കലും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അല്ല. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ROI നോക്കിയിട്ടാണ് ചെയ്യുക. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കിയ പൈസ എപ്പോൾ തിരിച്ചു കിട്ടുമെന്നതാണ് ROI. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണം, അല്ലെങ്കിൽ ബാക്കപ്പ് ഉള്ളവരുടെ ബാക്കപ്പ് വേണം. നേരെ മറിച്ച് ഇൻ്റലക്ച്വലി നമ്മൾ ഹൈ ആയി കഴിഞ്ഞാൽ ലോകത്തിൽ ഓപ്പൺ ആകാത്ത കുറേ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ഓപ്പൺ ആക്കാൻ നമുക്ക് പറ്റും. അതിനുവേണ്ടി ചില രാജ്യത്തെ നമുക്ക് സമീപിക്കാം. അത് തന്നെ ഏതെങ്കിലും ഇമോഷണൽ ലൈനിലല്ലാതെ, പെട്ടെന്ന് പോയി ലാഭമുണ്ടാക്കുക എന്ന ലൈനിലല്ലാതെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിപ്ലോമാറ്റിക്കലി പോകാം. അപ്പോൾ ഡിപ്ലോമാറ്റിക്കലി ചെയ്യുന്ന ആളുകൾ നമ്മൾ കൂട്ടുപിടിക്കേണ്ടി വരും, അവിടുത്തെ മിനിസ്ട്രി ലെവലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒഫീഷ്യൽ ലെവലിലോ ഉള്ള ആളുകളെ. അങ്ങനെ നമ്മൾ അതിൻ്റേതായ ഒരു പാക്കേജ് ഉണ്ടാക്കേണ്ടി വരും. എന്നിട്ട് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുക എന്ന് ചിന്തിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, മൈനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങണം. ഇതിൻ്റെ പേരാണ് സത്യത്തിൽ സ്ട്രാറ്റജി. അല്ലാതെ പൈസയും കൊണ്ട് ഇങ്ങനെ പോയിട്ട് ആഫ്രിക്കയിലേക്ക് ഇറങ്ങലല്ല സത്യത്തിൽ സ്ട്രാറ്റജി. ഇത്തരത്തിലുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയാൽ പിന്നെ നെഗോഷിയേഷന് വേണ്ടി ഇരിക്കേണ്ടി വരും. അങ്ങനെ നെഗോഷിയേഷന് വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇതിൽ ആരൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ബേസ് ലെവലിലേക്ക് നമ്മൾ അതിൻ്റെ ഫങ്ഷണൽ ലെവൽ എങ്ങനെ നടപ്പിലാക്കുമെന്ന് ചിന്തിക്കുക. അപ്പോഴേക്കും എന്തായി, ഫീസിബിലിറ്റി, വയബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി, ഈ 4 ഭാഗങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്യണം. സമയമില്ലാത്തത് കൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, നിങ്ങൾ ക്ഷമിക്കണം. സ്ലൈഡൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ മനസ്സിലുള്ള സ്ലൈഡ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫീസിബിലിറ്റി കഴിഞ്ഞാൽ വയബിലിറ്റിയാണ്. വയബിലിറ്റി ഭാഗമായിട്ടാണ് മറ്റുള്ളതിനെ പറയുക എങ്കിൽ പോലും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം കേരളക്കാർ ഏറ്റവും കൂടുതലായി അബദ്ധത്തിൽ പെടുന്നത് സസ്റ്റൈനബിലിറ്റി നോക്കാത്തത് കൊണ്ടാണ്. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയൊക്കെ ചിലപ്പോൾ CA വെച്ച് നമ്മൾ ചെയ്യും. ഇത് എത്ര കാലം നിലനിൽക്കുമെന്നൊരു ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി നമ്മൾ നോക്കാറില്ല. നിങ്ങൾ പെരിന്തൽമണ്ണയിൽ എടുത്ത് അല്ലെങ്കിൽ കോട്ടക്കൽ എടുത്തു കഴിഞ്ഞാൽ 40-45 ജെൻ ഷോപ്പുകൾ തുടങ്ങി പൂട്ടിയിട്ടുണ്ടാകും.
കാരണം ആ പ്രായക്കാർക്ക് ഡ്യൂറബിലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് വലിയ ചിന്തയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിലിറ്റി, എത്ര വർഷത്തേക്ക് ഈ ബിസിനസ് നിൽക്കും, ഈ ബിസിനസ്സിൽ അതിലിടയ്ക്ക് കടന്നു വരുന്ന ടെക്നോളജി എന്തൊക്കെയായിരിക്കും. ഇപ്പോൾ AI ആണെങ്കിൽ AI പറയുന്നത് തന്നെ ദ ലാസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ്, മനുഷ്യരാശിയുടെ അവസാനത്തെ കണ്ടെത്തലാണെന്നാണ്. ഞാനിത് പറയുന്നത്, ഞാനൊരു PhD ചെയ്യുന്നുണ്ട് US-ൻ്റെ. അപ്പോൾ അതിൽ എൻ്റെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എഡ്യൂക്കേഷനിലേക്ക് എങ്ങനെയാണ് എംബഡ് ചെയ്യുക എന്നാണ്. 3 വർഷം കഴിഞ്ഞു. അതിന് ലിൻഡ എന്ന് പറയുന്ന പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗൈഡ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, അദ്ദേഹം PhD ചെയ്തതാണ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലല്ല ഞാൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് എഡ്യൂക്കേഷനിലേക്ക് എംബഡ് ചെയ്യുക എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എപ്പോൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സുനാമി പോലെ ഇത് കടന്നു വരുമെന്നാണ്. അതിൽ എല്ലാം കൂടി ലിങ്ക്ഡ് ആണ്. E-commerce ലിങ്ക്ഡ് ആണ്, അതേപോലെ തന്നെ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ആണ്. ഒരു മനുഷ്യൻ്റെ മനോഭാവത്തെ അളന്നുകൊണ്ട് പ്രൊഡക്റ്റ് ഇറക്കാൻ പോവാണ്. ഒരുപാട് ആളുകൾ ഇനി ഔട്ടാകാൻ പോവാണ്. സത്യത്തിൽ 30% ബിസിനസ്സുകാരെ ഇപ്പം രംഗത്തുള്ളൂ. ഇനി ഭാവിയിൽ വരാനിരിക്കുന്നത് നെക്സ്റ്റ് 70% ആണ്. ഇന്ന് വരെ ഇറങ്ങാത്ത ബിസിനസ്സുകളായിരിക്കും ഇനി 70% ഇറങ്ങാൻ പോകുന്നത്. ഇന്ന് വരെ അങ്ങനത്തെ ഒരു ബിസിനസ് ഇറങ്ങിയിട്ടുണ്ടാകില്ല. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, എഡ്യൂക്കേഷനിലേക്ക് കടന്നു വരുമ്പോൾ വേറെ ഭാഗമാണ് ഇത്. അതിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ വരുമ്പോൾ നമ്മൾ E-commerce അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഡിജിറ്റൽ ലെവലിലുള്ള അതിൻ്റെ മാർക്കറ്റിംഗ് ആകട്ടെ, ബ്രാൻഡിങ് ആകട്ടെ, അല്ലെങ്കിൽ ഇമോഷൻ അളന്നുകൊണ്ടുള്ള ഡാറ്റ അനാലിസിസ് ആകട്ടെ, ഏത് ഭാഗവും മനസ്സിലാക്കിക്കൊണ്ടൊരു പ്രൊഡക്റ്റിനെ നിർമ്മിക്കാനും അതിനെ ബ്രാൻഡ് ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കേണ്ടത്? പ്രോഫിറ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ROI. ആരും അത് ചിന്തിക്കാറില്ല. 3 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എത്ര എന്നതല്ല ചിന്തിക്കേണ്ടത്. ആ 3 കോടി എപ്പോൾ തിരിച്ചു വരുമെന്നതാണ് ഫസ്റ്റ് തോട്ട്. ദാറ്റ് ഈസ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ 3 കോടി തിരിച്ചു വന്നിട്ട് പിന്നെ ലാഭം കൊണ്ട് മാത്രമേ നമ്മൾ ബിസിനസ് ചെയ്യാവൂ. അല്ലാതെ ആ 3 കോടി എന്നും അവിടെ ഇറക്കുന്നതിൻ്റെ പേരല്ല സത്യത്തിൽ ബിസിനസ്. അപ്പോൾ ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇന്ന് 3 വർഷം കൊണ്ട് തിരിച്ചു വരുന്നതാണ് ബെസ്റ്റ് ബിസിനസ്. അതെങ്ങനെ വരുമെന്ന് നമ്മൾ ചിന്തിക്കണം. 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു വരില്ല. ബിൽഡിംഗ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അവരാരെയും നിരാകരിക്കുകയല്ല കേട്ടോ. 10 കോടി രൂപ കൊടുത്തിട്ട് ഏകദേശം ആകെ വരുന്ന പിന്നെ റെൻ്റ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഡ്യൂറേഷൻ, ബിൽഡിങ് ചിലപ്പോൾ 40 വർഷം നിൽക്കുള്ളൂ. ഈ പറയുന്ന 10 കോടി രൂപ 40 വർഷം റെൻറ്റ് കിട്ടിയാൽ പോലും ആകില്ല. 10 വർഷം ആകുമ്പോഴേക്കും 40 വർഷം ആകുമ്പോഴേക്ക് ബിൽഡിംഗ് പൊളിച്ചു കളയണം. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് കൊടുത്ത പൈസ 40 വർഷമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു എന്നതല്ലാതെ ബിൽഡിംഗ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് സെയിലാക്കത്തിടത്തോളം കാലം ഈ സെയിലാക്കുമ്പോൾ എടുക്കുന്ന ആളും ഇതേ മണ്ടത്തരം തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, 3 വർഷം കൊണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ബിസിനസ്. അല്ലാതെ ഒറ്റ വർഷം കൊണ്ട് തിരിച്ചു വരുന്നത് അതൊരു സ്പീഡ് ബിസിനസ്സാണ്. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നേരത്തെ 3 ഇയേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോൾ തിരിച്ചു കിട്ടും? ഇതൊക്കെയാണ് നമ്മൾ ഈ ഫീസിബിലിറ്റിയിലും ഈ വയബിലിറ്റിയിലും ഈ പ്രോഫിറ്റബിലിറ്റിയിലും ഈ പറയുന്ന പിന്നെ അവസാനം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡ്യൂറബിലിറ്റിയിലും അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ബിസിനസ്സിനെ തന്നെ നിങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ, പുതിയ ഐഡിയാസ് തുടങ്ങുമ്പോൾ, ഞാൻ പറഞ്ഞു ഡാർക്ക് റൂം കൊണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങൾ പോയാൽ ഡാർക്ക് റൂമിൻ്റെ ചർച്ചകൾ ഒരുപാടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബാംഗ്ലൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുട്ടികൾ മുഴുവനും പറയുന്നത്, അവിടെ IIT-യിൽ നിന്ന് ഇറങ്ങിയവരുണ്ട്, IIM-ൽ നിന്ന് ഇറങ്ങിയവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ ചർച്ച എന്താണെന്നറിയോ? ആ ചർച്ചയിൽ പോലും അവർ പറയുന്നത്, ഞങ്ങളൊരു പുതിയ ഐഡിയ കൊണ്ടുവരുമ്പോഴേക്കും മറ്റുള്ളവരതിൽ ഹാക്ക് ചെയ്യുന്നു എന്നതാണ്. കാരണം നമ്മൾ ഇതിന് കമ്പ്യൂട്ടറിലാണല്ലോ ഉപയോഗിക്കുന്നത് നമ്മുടെ ഐഡിയാസിനെ. ആ ഐഡിയാസിനെ ഹാക്ക് ചെയ്യാൻ വരെ ആളുകളുണ്ട്. അതുകൊണ്ട് ഡാർക്ക് റൂം ഇങ്ങനെയും നടക്കുന്നു, ടെക്നോളജിയിലൂടെ നടക്കുന്നു. നമ്മളൊരു സാധനം കൊണ്ടുവന്നാൽ നമുക്കിപ്പോഴും പേപ്പറും പേനയൊക്കെ ഒരു മടിയാണ്. സത്യത്തിൽ ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറുന്നതിനേക്കാൾ നമുക്ക് സുരക്ഷിതത്വമായിരിക്കും പേപ്പറും പേനയും കൊണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി വരച്ചിടൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി സ്ട്രാറ്റജിക്കൽ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബിസിനസ്സുകളൊക്കെയും കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യമായിരിക്കാം. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക, പരമാവധി വില കുറച്ച് കൊടുക്കുക. ഇതിനെയാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലുലു ആകട്ടെ അല്ലെങ്കിൽ നെസ്റ്റോ ആകട്ടെ, അവർ തമ്മിൽ മത്സരിക്കുന്നത് എന്തിൻ്റെ പേര്? വില കുറച്ച് കൊടുക്കുന്നത് എങ്ങനെ? മൈജി എങ്ങനെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? വില എങ്ങനെയാണ് കുറച്ച് കൊടുക്കേണ്ടതാണ്. ഈ സ്ട്രാറ്റജിയുടെ പേര് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്നാണ്. ആ സ്ട്രാറ്റജി അല്ല ഇനി വർക്ക് ചെയ്യേണ്ടത്. ഞാൻ അവരാരെയും നിരാകരിക്കുകയല്ല കേട്ടോ. അത് ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോകാം, ചിലപ്പോൾ ഹ്യൂജായിട്ടുള്ള ഫണ്ടുകൾ ഇറക്കേണ്ടി വരും, ബൾക്കായിട്ടുള്ള പർച്ചേസ് നടത്തേണ്ടി വരും, കണ്ടെയ്നർ പർച്ചേസ് നടത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് അത് നിലനിന്ന് പോകുന്നത്.
പക്ഷേ നമ്മൾ അപ്പോഴെങ്കിലും ഈ പറയുന്ന സാധനത്തിന് ഒന്ന് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നതിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായി. എന്തുകൊണ്ടാണ് ഈ ടെസ്ല, ഞാൻ ആ കമ്പനി അങ്ങനെ പറയല്ല, എന്തുകൊണ്ടാണ് ആപ്പിൾ, ഇവരാണ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി. ലോകത്തിൽ പല സാധനം ഉണ്ടാവും, പക്ഷേ ഞങ്ങളെപ്പോലെ ആരും ഉണ്ടാകില്ല. അതാണ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ലോകത്തിൽ മൊബൈൽ ഒരുപാടുണ്ടാകും, പക്ഷേ ടെസ്ലയെപ്പോലെ ഒന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ടെസ്ല വരാൻ പോവുകയാണല്ലോ ഇനി മൊബൈലായിട്ട്, ടെസ്ലയെപ്പോലെ ഒരു കാറും ഉണ്ടാകില്ല. ഇതേപോലെ തന്നെ ആപ്പിൾ പോലെ എത്ര മൊബൈൽ ഇറങ്ങിയാലും ആപ്പിളിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഉണ്ടാകില്ല. അതാണ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ ചെറിയൊരു തീം തുടങ്ങുകയാണെങ്കിൽ പോലും ഡിഫറൻഷിയേഷനോട് കൂടിയിട്ട് എങ്ങനെ തുടങ്ങാൻ പറ്റുമെന്ന് ചിന്തിക്കലാണ് കുറച്ചും കൂടി നല്ലത്. ആ ഒരു ഡിഫറൻഷിയേഷൻ തന്നെയാണ് വയനാട്ടുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്താണ് ID മുസ്തഫ, അതിമനോഹരമായിട്ട് ഡിഫറൻഷിയേഷനോട് കൂടിയിട്ട് വടയ തുടങ്ങിയത്. ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന് ചില ആളുകൾ പറയാറുണ്ട് വിദ്യാഭ്യാസം വേണ്ട ബിസിനസ്സിൽ എന്ന്. അത് തെറ്റായൊരു തീമാണ് കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റായൊരു തീമാണ്. കാരണം നമുക്ക് പരമാവധി സാധനങ്ങൾ വാങ്ങി സാധനങ്ങൾ വിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നല്ലാതെ വിദ്യാഭ്യാസമില്ലാതെ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ പുതിയ ബിസിനസ്സിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ AI എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ വിചാരിക്കും ആളുകളെ ഹയർ ചെയ്യാമല്ലോ എന്ന്. ഇനി അങ്ങനെ ഹയർ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഹൈ സ്റ്റാൻഡേർഡിലേക്ക് എത്തലാണ്. നമ്മൾ ട്രെയിനിങ്ങിലൂടെ, നമ്മൾ കോഴ്സിലൂടെ അതിലേക്ക് എത്തൽ തന്നെയാണ് നിർബന്ധം. ഞാൻ വ്യക്തികളെ പേരൊന്നും പറയുന്നില്ല. ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായി ബിസിനസ് ചെയ്യണമെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ വേണം. സാധാരണ അക്കാഡമിക്കൽ ലെവലിലുള്ള ബിസിനസ് അല്ല വേണ്ടത്. അക്കാഡമിക്കൽ ലെവലിലുള്ള വെറും ഒരു വാക്ക് മാത്രമല്ല വേണ്ടത്. എനിക്ക് ചില മടികളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും എന്ത്, ഈ ട്രെയിനേഴ്സ് കംപ്ലീറ്റ് ട്രെയിനിങ് എടുക്കാറുള്ളൂ, അവർ ചായക്കട പോലും തുടങ്ങാറില്ല എന്നുള്ളത്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനൊരു ട്രെയിനറായിട്ട് അറിയപ്പെടുന്നു. എനിക്ക് ട്രെയിനർ എന്ന് വിളിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ട്രെയിനേഴ്സ് എപ്പോഴും ട്രെയിനിങ് നടത്തിക്കൊണ്ടേയിരിക്കും. ഇത് ഈ ക്യാമറകൾ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് അധികമൊന്നും പറയാൻ വയ്യ, എന്നാലും പറഞ്ഞോട്ടെ. ഞാൻ മെല്ലെ മെല്ലെ തുടങ്ങി വെച്ചതാണ് നമ്മുടെ ബിസിനസ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഷെയറിങ് കൂടി പറയാം. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഞാൻ ആദ്യം തുടങ്ങി വെച്ചൊരു ബിസിനസ് പറയാം. നിങ്ങൾ ആരെങ്കിലും മലപ്പുറം ജില്ലയിൽ ഹോർലിക്സോ ബൂസ്റ്റോ പിയോസോ ലക്സോ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എൻ്റെ കയ്യിലാണ്. അത് മലപ്പുറം ജില്ല മൊത്തത്തിൽ അത് കൊടുക്കുന്നത് നമ്മളാണ്. അത് യൂണിലിവറിൻ്റെ എല്ലാ പ്രോഡക്ട്സും. പക്ഷെ അത് ആൾക്കും അറിയില്ല. പുത്തനത്താണിയിലാണ് അതിൻ്റെ എന്തുള്ളത്, ഗോഡൗൺ ഉള്ളത്. അതിൽ വന്നിട്ടുണ്ട്, ഇവിടെ എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് അവിടെ വന്നിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു മാസത്തിൽ എത്ര ഓൾഡ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. അതൊരു ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്. ഇപ്പോൾ ചെന്നൈയിൽ നമ്മൾ ഇതൊക്കെ ലീഗലി തുടങ്ങുന്നതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ഇല്ലീഗലായിട്ട് ഒരു നയാ പൈസ പോലും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ചെന്നൈയിൽ നമ്മളിപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയോ നിങ്ങൾക്ക്? അത് യൂറോപ്പിൽ മാത്രം ഞാൻ കണ്ടത്. നമ്മൾ ഒരുപാട് രാജ്യത്ത് സന്ദർശിക്കുന്ന ഒരാളാണ്. ഏകദേശം ദൈവാനുഗ്രഹത്താൽ 56 രാജ്യങ്ങളിൽ പോയി. ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച മുസ്തഫക്ക വരെ എൻ്റെ കൂടെ യൂറോപ്പിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു രാജ്യത്ത് കാണുന്നതിനെ നമ്മൾ മെല്ലെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിക്കും. അതിൻ്റെ ഭാഗമായി ഞാൻ യൂറോപ്പിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനമാണ് പെയിൻലെസ് സിറിഞ്ച് എന്ന് പറയുന്ന സാധനം. വേദനയില്ലാത്ത സിറിഞ്ച്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ നിങ്ങൾക്കത് അവൈലബിൾ അല്ല, പക്ഷെ അത് യൂറോപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കമ്പനി എങ്ങനെ തുടങ്ങാൻ പറ്റും, അപ്പോൾ അതിൻ്റെ ടെക്നോളജി എന്താണ്, അത് ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. ഏകദേശം 7 വർഷത്തോളം അതിൻ്റെ പിന്നാലെ, കൊറോണയിലൊക്കെ നമ്മൾ അതിൻ്റെ സ്റ്റഡി ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, ഗുജറാത്തിലെ വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ജയപ്രകാശൻ JP എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുണ്ട്. അദ്ദേഹത്തെ വെച്ചിട്ട് നമ്മളിപ്പോൾ കമ്പനി തുടങ്ങി. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു തമിഴ്നാട്ടുകാരനാണ്. വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇല്ലാത്തൊരു സാധനത്തിന് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ യുണീക്കായി മാറുന്നത്. ഒരു സിറിഞ്ച് കമ്പനി തുടങ്ങാനല്ല നമ്മുടെ ലക്ഷ്യം. പെയിൻലെസ് സിറിഞ്ച് എങ്ങനെ തുടങ്ങാം എന്നതാണ്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അത് ഏകദേശം ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 145 കോടി ജനങ്ങളുണ്ട്. 132 കോടി എന്നൊക്കെ ഉള്ളത് 2011 കണക്കാണ്. 2024 കണക്കനുസരിച്ച്, 25 കണക്കെടുക്കാറായിട്ടില്ലല്ലോ. അതായത് 145 രാജ്യങ്ങളിലുണ്ട്. ഈ 145 കോടി ജനങ്ങൾ. ടോട്ടൽ 800 കോടിയാണ് ലോകത്തിലുള്ളത്. ഇപ്പം 800 കോടിയിൽ നിന്ന് ഏകദേശം 5-1 അല്ലെങ്കിൽ 6-1 തന്നെ എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 35 രാജ്യങ്ങളിൽ ബിസിനസ് തുടങ്ങുന്നതിന് ഈക്വലാണ്. കാരണം ഇന്ത്യ ഒരു കൺസ്യൂമർ ആയിട്ടുള്ള ഒരു നേഷനാണ്. ചൈനയിലേക്ക് കടക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ചൈനയുടെ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നല്ലാതെ നമ്മുടെ പ്രൊഡക്റ്റിനെ അങ്ങോട്ട് കൊണ്ടുപോകൽ വലിയൊരു പ്രയാസമാണ്. കാരണം അവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഇന്ത്യ റോ ആയി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ റോ ആയി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡസ്റ്റ്ബിൻ ഉദാഹരണത്തിന്, അത് നിങ്ങളാരെങ്കിലും ഇറക്കുകയാണെങ്കിൽ ഈ 145 കോടിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 കോടി ആൾക്കാരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതിനെന്ത് വേണം? ഇതെല്ലാവരും ഇറക്കാൻ പോകും. നിങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഒന്നിൻ്റെതേ പറഞ്ഞുള്ളൂ കേട്ടോ, അങ്ങനത്തെ 1000 പ്രൊഡക്റ്റുകൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് ഏറ്റവും കുറഞ്ഞതാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിന് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയാൽ അതിൻ്റെ പിന്നാലെ കാസർഗോട്ടുകാർ ഇറക്കും,
അതിന് പിന്നാലെ ബാംഗ്ലൂരുകാർ ഇറക്കും, ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ ഇറക്കും. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോട്ടെ, കേരളം എന്ന് പറയുന്ന 3.5 കോടി ജനങ്ങളുള്ള ഈ ഒരു സ്റ്റേറ്റിലേക്ക് ഇത് ഇറക്കണമെങ്കിൽ എക്സ്ക്ലൂസിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. എന്താ എക്സ്ക്ലൂസിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ മാത്രമേ അത് കേരളത്തിലേക്ക് ഇറക്കാവൂ എന്ന് ആ കമ്പനിക്ക് കൊടുക്കുന്ന ഓഫറാണ് സത്യത്തിൽ എക്സ്ക്ലൂസിവിറ്റി. ആ എക്സ്ക്ലൂസിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റാർക്കും ഇറക്കാൻ കഴിയില്ല. ഇത് മലയാളികൾ ശ്രദ്ധിക്കാറില്ല. ഒരാൾ ഇറക്കിയാൽ മറ്റാൾ ഇറക്കും, പിന്നെ മറ്റാളും ഇറക്കും. അങ്ങനെ കോമ്പറ്റീഷൻ ആകും, ആകെ പ്രശ്നങ്ങളാകും. നേരെ മറിച്ച് എക്സ്ക്ലൂസിവിറ്റി സർട്ടിഫിക്കറ്റ് ആദ്യം ഉണ്ടാക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ കമ്പനി നമ്മളോട് ആവശ്യപ്പെടും, ഒരു മാസത്തിൽ നിങ്ങൾ 10 കണ്ടെയ്നർ എങ്കിലും വാങ്ങിക്കണമെന്ന്. അപ്പോൾ ആ 10 കണ്ടെയ്നർ എന്നുള്ള അവരുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ബേസ് ഉണ്ടല്ലോ, ഒരു ചെക്ക്. ആ ചെക്ക് നമ്മൾ ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് എക്സ്ക്ലൂസിവിറ്റി തരൂ. അപ്പോൾ അതിനുള്ള ഫണ്ടായിരിക്കണം നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് റെഡി പേയ്മെൻറ്റിൽ എങ്ങനെ കൊടുക്കണം, ഓൺലൈനിലൂടെ എങ്ങനെ കൊടുക്കണം, ഇ കൊമേഴ്സിലൂടെ എങ്ങനെ കൊടുക്കണം. ഡയറക്റ്റായിട്ട് നമ്മൾ മറ്റുള്ള ഷോപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാസം അതിനും അവർ ക്രെഡിറ്റ് പറഞ്ഞെന്നിരിക്കും. നേരെ മറിച്ചിട്ട് അതിലേക്ക് പോകാതെ എങ്ങനെയാണ് ഇ കൊമേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 7 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 10 ഡേയ്സ് കൊണ്ട് ഈ ഒരു ഷിപ്പിനെ വിൽക്കേണ്ടത് എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇങ്ങനെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. ഇനി അതിലേക്ക് ഈ പറയുന്ന IT എന്ന് പറയുന്നതിനെ, അഥവാ AI, ഞാൻ IT എന്ന് ഇപ്പോൾ പറയില്ല, ഇൻഫർമേഷൻ ടെക്നോളജി അല്ല, IT പോലെയല്ല AIയുടെ ഒരുപാട് ടൂൾസ് ഒന്നിച്ചു വരികയാണ്. മനുഷ്യൻ്റെ മനസ്സിനെ അനലൈസ് ചെയ്യുന്നു, ഏത് പ്രൊഡക്റ്റ് ഇറക്കണമെന്ന് ടൂൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ആളുകളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ജന്മമെടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നു. ഇങ്ങനെ AI ഇതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ, ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ, ആ സ്റ്റാർട്ടപ്പിലേക്ക് വേണ്ടുന്ന ഹേതുകങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് നമ്മൾ പഠിക്കണം. ആ സ്റ്റാർട്ടപ്പിനെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സ്കെയിലപ്പിലേക്ക് കൊണ്ടുപോവുക. സ്റ്റാർട്ടപ്പ് വേറെയാണ്, സ്കെയിലപ്പ് വേറെയാണ്. നിങ്ങൾ ഈ പ്രോഗ്രാമിന് കൊടുത്ത പേര് സ്കെയിലപ്പ് എന്നതാണെങ്കിലും ഈ സ്റ്റാർട്ടപ്പ് സ്കെയിലപ്പിലേക്ക് എത്താതെ ലോകത്തിൽ ഒരാളും എന്താകില്ല, ഇൻവെസ്റ്റ് ചെയ്യില്ല. വെറുതെ വിശദീകരിച്ച് കൊടുത്താൽ മാത്രം മനോഹരമായ പ്രസൻറ്റേഷൻ ഉണ്ടായത് കൊണ്ടുണ്ടാകില്ല. ആളുകൾ നമ്മുടെ ലെഗസി നോക്കും, നമ്മുടെ ചരിത്രം നോക്കും, നമ്മുടെ ട്രാക്ക് ഹിസ്റ്ററി നോക്കും, നമ്മൾ സക്സസ് ആയ ആ ലൈന് നോക്കും, നമ്മുടേതായ ഏറ്റവും നല്ല സക്സസ് ലൈനിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും. അവരുടെ അനാലിസിസ് അതിൻ്റെ പിന്നാലെ ഉണ്ടാകും. ഇപ്പം ഞങ്ങൾ ഏഞ്ചൽ ഫണ്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവർ നോക്കിയിട്ടുള്ള പെഡഗോഗി എന്ന് പറഞ്ഞാൽ 10-18 ലെയേഴ്സാണ്. ഈ ഒരു രീതിയിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും. അതിന് സ്റ്റാർട്ടപ്പ് എന്നാണ് പറയുക. അപ്പം നമ്മുടെ ഈ സ്കെയിലപ്പിലേക്ക്, സ്റ്റാർട്ടപ്പിൽ നിന്ന് സ്കെയിലപ്പിലേക്ക്, അതിന് സ്കെയിലപ്പ് എന്ന് പറയും. ആ സ്കെയിലപ്പിലേക്കുള്ള ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അത് വളരെ പെയിൻഫുള്ളാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമ്മൾ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുക പോലും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്രത്തോളം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, മലയാളികളിൽ ജമ്മ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഡയമണ്ട്സ് ചെയ്യുന്ന ആളുകൾ കുറവാണ്. ഗുജറാത്തീസിൽ അത് വളരെ കൂടുതലാണ്. അഥവാ ഈ ജംസ് എന്ന് പറയുന്ന സാധനം വളരെ നന്നായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതൊരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായി അതിലേക്ക് എത്തുന്ന ചില പ്രകോപനപരമായ ചില രീതികളും ഉണ്ടാകാം. ആ സമയത്തൊക്കെ അതിനെ ഇങ്ങനെ എത്തിയിട്ട് അത് ക്വാളിറ്റിയോട് കൂടിയിട്ട് ഡെലിവറി ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നമ്മളൊരു നല്ലൊരു ബിസിനസ്സുകാരനായി മാറും. ഒരിക്കലും ബിസിനസ്സിൽ, എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഒരിക്കലും നമ്മൾ പോഷത്തരം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പോഷത്തരം കാണിക്കുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് 1 കോടി കയ്യിൽ വരുമ്പോഴേക്ക് 3 കോടിയുടെ വണ്ടി എടുക്കുന്നത് സത്യത്തിൽ നല്ലതല്ല. കാരണം നമ്മളെ ഇങ്ങനെ ഷോ ഓഫ് കാണിക്കലല്ല, നമ്മുടെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കലാണ്, നമ്മുടേതായ ആ ഒരു സ്കില്ലിനെ വർദ്ധിപ്പിക്കലാണ്, അങ്ങനെ സ്ട്രാറ്റജിസ്റ്റായിട്ട് മാറലാണ്. അങ്ങനെ മാറിയ ആളുകളൊക്കെയും, ഇപ്പം നിങ്ങൾ വാറൻ ബഫെ എടുത്തു നോക്ക്, ലോകത്തിലെ ഷെയർ മാർക്കറ്റിനെ കംപ്ലീറ്റ് കൈക്കലാക്കുന്ന ആളാണ് വാറൻ ബഫറ്റ് എന്ന് എഴുതുമെങ്കിലും വാറൻ ബഫെ എന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അദ്ദേഹം സാധാരണ ഫ്ലൈറ്റിലാണ് പോകാറുള്ളത്. അദ്ദേഹത്തിന് സ്വന്തം മാനുഫാക്ചറിങ് കമ്പനിയുടെ, ഫ്ലൈറ്റ് മാനുഫാക്ചറിങ് കമ്പനിയുടെ മേജർ ഷെയർ ഉള്ള ആളാണ് സത്യത്തിൽ. ബൊംബാർഡിയർ കമ്പനിയുടെ മേജർ ഷെയർ ഉള്ള ആളാണ് സത്യത്തിൽ ഇദ്ദേഹം. പക്ഷേ ബിസിനസ് ക്ലാസ്സിൽ പോലും സഞ്ചരിക്കാറില്ല. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, എന്താ നിങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഒരിക്കലും സിന്തറ്റിക് ഹാപ്പിനെസ്സിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ മിയർ ഹാപ്പിനെസ്സിൽ അഥവാ പ്യൂർ ഹാപ്പിനെസ്സിൽ വിശ്വസിക്കുന്നു എന്നാണ്. കാറ് വാങ്ങിക്കുമ്പോൾ, വലിയ വീട് വെക്കുമ്പോഴൊക്കെയും നമുക്ക് സിന്തറ്റിക് ഹാപ്പിനെസ്സേ ഉണ്ടാകൂ, കുറച്ച് നാളത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ പോകും. നമ്മളെക്കാൾ വലിയ വീട് അപ്പുറത്ത് മറ്റുള്ളവർ വെക്കുമ്പോൾ സത്യത്തിൽ നമ്മുടേത് അതായി മാറും. നമ്മൾ ആ ചിന്ത തന്നെ പോകുക, കാറ് വേണ്ടായിരുന്നു എന്ന് തോന്നും. എന്നാൽ ഒരു മനുഷ്യനെ സഹായിച്ച് അയാൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അയാളുടെ കിഡ്നി മാറ്റിവെച്ച് അയാളുടെ മക്കളോടൊപ്പം വീണ്ടും കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ ഇറ്റ് ഈസ് പ്യൂർ ഹാപ്പിനെസ്. അതാണ് സത്യത്തിൽ നാച്ചുറൽ ഹാപ്പിനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ടാറ്റയെ നമ്മൾ എടുക്കുമ്പോൾ ഈ ടാറ്റ ഏകദേശം വരുന്ന 51% ആളുകൾക്ക് കൊടുത്തത്. ഇനി അതിനേക്കാൾ ചർച്ച ചെയ്യുന്ന ഒരാൾ വരാനിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടിയായിരിക്കും ഒരു പക്ഷേ ചർച്ച ചെയ്യുക. അസീം പ്രേംജിയാണ്. 2.25 ലക്ഷം കോടി രൂപ കയ്യിലുണ്ടായിട്ട് 1.25 ലക്ഷം കോടിയും ആളുകൾക്ക് വേണ്ടി വിതരണം ചെയ്ത മനുഷ്യൻ്റെ പേരാണ് അസീം പ്രേംജി. ഇനി അസീം പ്രേംജി മരിക്കുമ്പോഴാണ് വിപ്രയെക്കുറിച്ചിട്ടും അസീം പ്രേം
പ്രേംജിയെ കുറിച്ചിട്ടും കൂടുതൽ ചർച്ച വരിക. 2.25 ലക്ഷം കോടിയുടെ അസറ്റ് ഉണ്ടായിട്ട് 1.25 ലക്ഷം കോടിയും ഈ പറയുന്ന സ്റ്റുഡൻസിന് വേണ്ടി, ഇത്തരം ആളുകൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുത്തൊരു മനുഷ്യൻ്റെ പേര് കൂടിയാണ് അസീം പ്രേംജി. ഇങ്ങനെയുള്ള ആളുകളൊക്കെയും ക്വാളിറ്റിയോടുകൂടി നിലനിൽക്കുന്നത് ബിസിനസ്സിൽ വാല്യൂസ് കൊണ്ടുവരുമ്പോഴാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരുപാട് മീഡിയയിൽ പ്രത്യക്ഷപ്പെടുക എന്നതല്ല, നമ്മുടെ സത്യസന്ധമായ പ്രവൃത്തികളാണ്. സത്യസന്ധതക്ക് അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിന് ഒരിക്കലും വലിയ വില കൊടുക്കാൻ ഈ ലോകത്തിൽ കഴിയില്ല. എങ്ങനെ? പൈസ അതിനൊരു പണമൂല്യമില്ല. പക്ഷേ നല്ല പെരുമാറ്റമുണ്ടായാൽ ആയിരക്കണക്കിന് ഹൃദയങ്ങളെയായിരിക്കും നമ്മൾ വിലക്ക് വാങ്ങുക, ഒരിക്കലും ഒരു വസ്തുവിനെയല്ല ഉണ്ടാക്കുക. ഒരു പക്ഷേ വില കൊടുത്താൽ റോൾസ് റോയ്സ് കാറ് വാങ്ങിക്കാം, മനുഷ്യരുടെ ഹൃദയം വാങ്ങിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ ടീമിനെ അതിമനോഹരമായി കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ചെറിയ ഷെയറെങ്കിലും കൊടുക്കണം. ആ ഷെയർ നിങ്ങൾ ആദ്യമായി കൊടുക്കണം നിങ്ങളുടെ പിതാവിനാണ്, നിങ്ങളുടെ മാതാവിനാണ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ ബിസിനസ്സിലെ ഒരു ഷെയറെങ്കിലുമുള്ള ആളായി മാറണം. അതോടൊപ്പം നമുക്ക് വിശ്വസ്തരായ ആളുകളെ, വിശുദ്ധ ഖുർആനിലൊരു വാക്കുണ്ട്, എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചൊരു വാക്കാണ്, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. ഈ ലോകത്തിൽ പ്രതിഫലത്തിന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങൾ, അവൻ കവിയായിരിക്കണം, അമീനായിരിക്കണം. ദർ ഈസ് 2 ക്വാളിറ്റീസ് എന്നതാണ്. എന്ന് വെച്ചാൽ ദർ ആർ 2 ക്വാളിറ്റീസ്, 2 ക്വാളിറ്റി ഒരു മനുഷ്യനുണ്ടാകണം. ഒന്ന് കേപ്പബിലിറ്റി, മറ്റൊന്ന് ഇൻറ്റഗ്രിറ്റി, അഥവാ അതിമനോഹരമായ കപ്പാസിറ്റി അവനുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വിശ്വസ്തനുമായിരിക്കണം. ഈ കപ്പാസിറ്റിയും വിശ്വസ്തതയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ലൊരു ബിസിനസ്സുകാരനാവുക. സമയം കഴിഞ്ഞതുകൊണ്ട് 1 മിനിറ്റ് കൺക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ സമയം തരണമെന്ന് ഞാൻ പറയുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ആശയമുണ്ടെങ്കിൽ ആ ആശയത്തിന് ഐഡിയ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തിച്ച്, അത് ഏത് രാജ്യത്താണ്, ഞാൻ പറയുക കേരളത്തിൽ നിന്നുകൊണ്ട് 50 രാജ്യത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അതാണ് ഇ കൊമേഴ്സിൻ്റെയും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കൊക്കെ വരുന്നത്. ആ രാജ്യത്ത് പോകണമെന്നില്ല. ഇപ്പോൾ ആഫ്രിക്കയിൽ ഒരു രാജ്യത്ത് ഞാൻ ചെയ്യുന്ന ആ രാജ്യമേ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾ അവിടെ പോയിട്ടുള്ളൂ. ഇവിടെ ഇരുന്നു കൊണ്ടാണ് അതിൻ്റെ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ നടത്താറുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ പോയാലേ നടക്കൂ എന്ന് വിശ്വസിക്കരുത്. നമ്മൾ പറയുന്ന ബിസിനസ്സിനെ വ്യത്യസ്തമായ രാജ്യത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കൂടെ ഒരു നല്ലൊരു ടീം ഉണ്ടായിരിക്കണം, നമുക്ക് നല്ല ബാക്കപ്പ് ഉണ്ടായിരിക്കണം, നമുക്ക് ലെഗസി ഉണ്ടായിരിക്കണം, നമ്മൾ വിശ്വസ്തരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എല്ലാ സ്റ്റാർട്ടപ്സും ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തും. ഇനിയുള്ള കാലം അതിൻ്റെതാണ്. നിങ്ങൾ ഒരിക്കലും പൈസ കൊണ്ട് പൈസയുണ്ടാക്കുക എന്നതിനേക്കാൾ ചിന്തിക്കേണ്ടത് ബുദ്ധി കൊണ്ട് പൈസയുണ്ടാക്കുക എന്നത് തന്നെയായിരിക്കണം. ആ ബുദ്ധിപൂർവ്വം നിങ്ങൾ പെരുമാറിയാൽ പൈസ കൊണ്ട് എത്ര പൈസയുണ്ടാക്കാൻ പറ്റുമോ അതിനേക്കാൾ ബുദ്ധി കൊണ്ട് പൈസയുണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കണം. പക്ഷേ ആ ബുദ്ധിയെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് ഇത്തരത്തിലുള്ള കോൺക്ലേവുകളൊക്കെ നടത്തുന്നത്. ചില ഐഡിയാസ് കിട്ടാനാണ്. നമുക്ക് കിട്ടുന്ന ബുദ്ധി, അതീവമായ ഈ ബുദ്ധിശക്തിയെ വികസിപ്പിച്ച് എവിടെയാണ് ഒരു സാധനമില്ലാത്തത്, കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞോട്ടെ, ഇപ്പോഴും നന്നായിട്ട് ഷൂ ധരിക്കാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. അങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷൂ കയറ്റാവുന്നതാണ്. ഇതേപോലെ തന്നെ നല്ല കാറ് കിട്ടാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്തിൽ 40% ഇമ്മൻസീവ്ലി റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങോട്ട് നിങ്ങൾക്ക് കാറ് കയറ്റാവുന്നതാണ്. നല്ല ഡ്രസ്സ് കിട്ടാത്ത, അഥവാ ഇന്ത്യൻ ഡ്രസ്സിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. കൂട്ടത്തിലൊന്ന് പറഞ്ഞോട്ടെ, ലോകത്തിൽ എവിടെ പോയാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഞാനിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഷാറൂഖ് ഖാനാണ്. കാരണം ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട്, ഞാൻ നമ്മൾ മുസ്തഫയ്ക്ക് ഉണ്ടായിരുന്നു അന്ന് ഇവിടെ നേരത്തെ സംസാരിച്ച, ടിറ്റ്ലിസ് പർവ്വതത്തിലേക്ക്, സ്വിറ്റ്സർലാൻഡിലെ ടിറ്റ്ലിസിലേക്ക് കയറണമെങ്കിൽ 3 റോപ്പ് വേകൾ കയറി പോകണം. 3 റോപ്പ് വേ കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമലയുടെ മുകളിൽ പോയാൽ അവിടെയും ഷാറൂഖ് ഖാൻ്റെ എന്തുണ്ട്, ഒരു കട്ടൗട്ടർ ഉണ്ടാകും. അങ്ങനെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ആ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ചോദിക്കൽ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനൊന്നും അവർക്ക് അറിഞ്ഞൂടാ. ഓ, ഷാറൂഖ് ഖാൻ്റെ നാട്ടിൽ നിന്നാണോ എന്നാൽ പിന്നെ ചോദിക്കുക. അവരെ ധാരണ എന്താണെന്നറിയോ, നമ്മൾ ഷാറൂഖ് ഖാൻ്റെ കുടുംബമാണ്, ഷാറൂഖ് ഖാൻ്റെ അയൽവാസിയാണെന്നൊക്കെയാണ്. അവിടെ ഇന്ത്യക്കാർക്ക് വലിയൊരു സ്കോപ്പ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ലോകത്തിൻ്റെ രാജ്യങ്ങളിലെത്തി, ഇപ്പോൾ ആഫ്രിക്കയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താണോ ഇല്ലാത്തതിനെ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്പീച്ചിൽ ഒരിക്കൽ പറഞ്ഞ ബ്രോസ്റ്റ് ഇല്ലാത്തൊരു രാജ്യത്ത് ഞാൻ പോയി എന്ന്. ആ രാജ്യത്തിൻ്റെ പേര് ഇനി ഞാൻ പറയുന്നില്ല. അവരവിടെ 16 ഔട്ട്ലെറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ആ ബ്രോസ്റ്റിൻ്റെ ഷോപ്പിൽ കേരളത്തിൽ ഞാൻ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. എൻ്റെ ഫാമിലി മൊത്തത്തിലുണ്ട്. ഏകദേശം 3000 രൂപയുടെ ബില്ലായി. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ പൈസ കൊടുക്കേണ്ടെന്ന് ബോസ് പറഞ്ഞിട്ടുണ്ട്. ബോസ് അവിടെ ഇല്ല, പക്ഷേ ഇതിലൂടെ കണ്ടതോ മറ്റോ ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ, ഞങ്ങൾ 3000 രൂപ ബില്ലായല്ലോ. അവരിൽ പരിചയമൊന്നും എനിക്കില്ല. അപ്പോൾ ബോസിന് പിന്നെ അവർ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, ബോസ് എന്നോട് പറയാണ്, സാർ നിങ്ങളുടെ സ്പീച്ചിലാണ് ഇന്ന രാജ്യത്ത് ബ്രോസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളത് തേടിപ്പോയി. ഇപ്പോൾ 16 ഔട്ട്ലെറ്റായി. അവിടെ 100 ഔട്ട്ലെറ്റ് തുടങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇല്ലാത്തിടത്തേക്ക് സഞ്ചരിക്കണം. മലയാളികൾ എന്നും സഞ്ചരിച്ചവരാണ്. മലയാളി ആ ക്വാളിറ്റീസ് തെളിയിച്ചവരാണ്. അതുകൊണ്ട് ലോകത്തിൽ എവിടെയാണോ ഇല്ലാത്തത്, സംസാരം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല, എന്നാലും പറഞ്ഞോട്ടെ, ഈ അടുത്തിടെ
ഈയിടെ US എൻ്റെ ഒരു വിദ്യാർത്ഥി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ 7 കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ 7 കാർ നിർത്താനുള്ള സ്പേസ് ഉണ്ട്, നമ്മൾ എടുക്കല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 7 കാർ മാത്രം എടുത്തിട്ട് എന്താ കാര്യമെന്ന്. അവനതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 24 മണിക്കൂർ ഓരോ മണിക്കൂർ ഓരോ കാർ ഉപയോഗിച്ചാൽ 7 × 24 അത്രയും കാറിൻ്റെ പൈസ നമുക്ക് കിട്ടുന്നു. ആകെ 7 കാർ മതി, പക്ഷേ 24 ഹവേഴ്സിൻ്റെ പൈസ കിട്ടുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് അവൻ്റെ ബുദ്ധിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ലോകത്തിലുള്ള വ്യത്യസ്ത രാജ്യങ്ങൾ നമ്മൾ എത്തണം, പ്രൊഡക്റ്റുകൾ ഇങ്ങോട്ടെത്തിക്കണം, അങ്ങോട്ടെത്തിക്കണം. ലോകത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ നമ്മൾ കാണണം, അവിടെ പർച്ചേസ് മെൻറ്റാലിറ്റി കാണണം, നമ്മുടെ ബ്രാൻഡിനെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തിക്കണം. വെറും ടെക്നോളജിയിലൂടെ മാത്രം പോകാൻ ശ്രമിക്കല്ലേ. ടെക്നോളജി നമ്മൾ ആക്കിക്കോ, ആ ടെക്നോളജി നമ്മുടെ ബിസിനസ്സിലേക്ക് എംബഡ് ചെയ്തോ, അതിനെ ക്ലബ് ചെയ്തോ, കൊളാബറേറ്റ് ചെയ്തോ, എന്നിട്ട് ബിസിനസ്സിനെ ലോകതലത്തിലേക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. ഇനിയുള്ള കാലം അതിനാകട്ടെ. അതിന് ഉതകുന്ന കോൺക്ലേവിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ബിസിനസ് ഈസ് ഈക്വൽ ടു ബിസിനെസ്, നോട്ട് ബിസി ലെസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എ മാൻ വിത്ത് ബിസി, മെൻ്റലി ബിസി, പൈസയേക്കാൾ അപ്പുറത്ത് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ സമൂഹത്തിന് 1000 അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.